സ്പിരിച്വൽ വോയിസ്. രാജു മാവേലിക്കരയും അദ്ദേഹത്തിൻ്റെ പത്നി ഏലിയാമ്മയുമായിരുന്നു ഈ ഗാനസംഘത്തെ നയിച്ചിരുന്നത്. സ്പിരിച്വൽ വോയിസിൻ്റെ ആരംഭത്തിന് കാരണം രാജു മാവേലിക്കരയുടെ മാനസാന്തരമാണ്. ഒരു സിലോൺ ബെന്തക്കോസ്ത് മിഷൻ കുടുംബത്തിൽ പിറന്ന രാജു തൻ്റെ 9-ാം വയസ്സിൽ മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു. അമ്മയുടെ ആഗ്രഹമായിരുന്നു മക്കളെ സംഗീതം പഠിപ്പിക്കണമെന്നത്. മുതിർന്നപ്പോൾ തിരുവനന്തപുരം സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ 4 വർഷം സംഗീതം പഠിച്ചു. അതേ കോളേജിൽ സംഗീതം പഠിച്ചുകൊണ്ടിരുന്ന ഏലിയാമ്മയെ കണ്ടുമുട്ടുന്നത് അങ്ങനെയാണ്. ആ പരിചയപ്പെടൽ വിവാഹത്തിലേക്ക് നയിച്ചു. കാലം കഴിഞ്ഞപ്പോൾ രാജു മദ്യപാനിയായി മാറി. നാടകങ്ങൾക്കും ഇതര പ്രോഗ്രാമുകൾക്കും പോകുന്നതുകൊണ്ട് പണമുണ്ടായിരുന്നു. പക്ഷേ മദ്യപാനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ദരിദ്രമാക്കി. നിത്യവൃത്തിക്ക് വകയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം പ്രൊഫഷണൽ നാടകരംഗങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങി. അങ്ങനെ തരംഗം തിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് വന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചിങ്ങവനത്തെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന അനിയനെ കാണാനായി ചെന്നപ്പോഴാണ് വി.എ. തമ്പിയെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹം രാജുവിനോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ 1982 രക്ഷിക്കപ്പെട്ടു. അതോടെ നാടക പരിപാടി വേണ്ടെന്ന് വെച്ച് പിന്നെ ഏറെ കഷ്ടപ്പാടുകളുടെയും പ്രയാസങ്ങളുടെയും കാലഘട്ടത്തിൽ കൂടെ കഴിയേണ്ടി വന്നു. പിന്നീട് പാസ്റ്റർ വി.എ. തമ്പിയുടെ സഹായത്തോടെ ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ സിംഗേഴ്സ് എന്ന മ്യൂസിക് ട്രൂപ്പിൽ അംഗമായി. അത് 7 വർഷത്തോളം പ്രവർത്തിച്ചു. 100 കണക്കിന് പ്രോഗ്രാമുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി. എല്ലായിടത്തും നല്ല സ്വീകരണമായിരുന്നു ലഭിച്ചത്. ഒരു കാലത്ത് ഒരു തരംഗമായി മാറിയ രാജു മാവേലിക്കരയും അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ വോയിസും ഇന്ന് അത്ര പരിചിതമല്ല. 100 കണക്കിന് ബെന്തക്കോസ്ത് വേദികളിൽ ആയിരക്കണക്കിന് വിശ്വാസികളെ ആത്മസന്തോഷത്തിൽ ആറാടിച്ച സ്പിരിച്വൽ വോയിസ് എന്ന മ്യൂസിക് ട്രൂപ്പ് എന്നും ജനഹൃദയം ഓർമ്മയായി ഉണ്ടായിരിക്കും.